ഷുക്കൂർ, താങ്കൾ ബി.ജെ.പിയുടെ പ്രതിനിധി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? രാജ്യത്തെ സ്വത്തുക്കളെല്ലാം അടിച്ചുമാറ്റി ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുമെന്നുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും കോൺഗ്രസിൻ്റെ നയസമീപനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി തവണ ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ നയസമീപനങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക നയം, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് അച്ചടിച്ച് ഗ്യാരണ്ടിയായിട്ട് കൊടുത്ത് ആ ഗ്യാരണ്ടി പേപ്പർ ഒപ്പിട്ട് വാങ്ങിയതിൻ്റെ റെസിറ്റ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഈ ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും പ്രധാനമന്ത്രി പോലും ഇത്ര തരം താണ നിലവാരമില്ലാത്ത പ്രസ്താവനകൾ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞു വന്നപ്പോൾ മറ്റൊരു രൂപത്തിലേക്ക് വരികയാണ്. വർഗീയ പ്രചാരണം അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം, അത് വളർത്താൻ, അത് പകർത്താൻ, അതിൽ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷത്തിൻ്റെ മനസ്സുണ്ടാക്കി വിഭജനത്തിലൂടെ അത് വർഗീയമായി വോട്ട് രേഖപ്പെടുത്താൻ, ഇതെത്ര നിലവാരമില്ലാത്ത തരംതാണ പ്രവർത്തനമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതാണോ? അതിന് പറയുന്ന കൃഷ്ണദാസിനെ പോലുള്ളവർ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയാമോ? മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് എത്രമാത്രം മാതൃകാപരമായ ഒരു പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന് ഇത്രമാത്രം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? നീലിമ ഇവിടെ പറഞ്ഞല്ലോ, തുല്യത. ഇത് ഈ രാജ്യത്തിൻ്റെ എല്ലാ പൗരസമൂഹത്തിനും അവകാശപ്പെട്ടതാണ്, ഭരണഘടനാനുസൃതമായിട്ടുള്ളതാണ്. ആ തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ താലിമാല പൊട്ടിച്ച് മറ്റ് സമൂഹത്തിന് കൊടുക്കും. എന്തൊരു വൃത്തികെട്ട മ്ലേച്ഛകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മോദി പോകുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും പോകുന്നത്. എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം. മണിപ്പൂർ വീണ്ടും തുടങ്ങിയിരിക്കുന്നു കലാപം. തീർക്കാൻ കഴിയാത്ത, ഇതെല്ലാം ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയും അതിൻ്റെ പാർശ്വവൃത്തികളായി നിൽക്കുന്ന ചില ആളുകളും കൂടി ഈ രാജ്യം ഇല്ലാതാക്കാൻ പോവുകയാണോ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഒരു ആമുഖം എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് പൂർത്തീകരിക്കട്ടെ. ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഷുക്കൂർ പറഞ്ഞാൽ മതി. അല്ലല്ല, ഞാൻ അതൊന്ന് പൂർത്തീകരിച്ചോട്ടെ ദിലീപ. നീ ഒരു മിനിറ്റ് മതി. അതായത് ഇത് ഇങ്ങനെയാണോ നിങ്ങൾക്ക് പറയാൻ? 10 വർഷക്കാലത്തെ ഭരണ നേട്ടം പറയാൻ കഴിയുന്നില്ലേ? പറഞ്ഞല്ലോ ഗ്യാരണ്ടി. എവിടെ എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്ന? നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടികൾ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ബി.ജെ.പി നേതാക്കൾ, പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി 5 വർഷം മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടി നടപ്പിലാക്കിയോ? വെള്ളത്തിൽ വരച്ച വരയല്ലേ? ജനങ്ങളെ വഞ്ചിച്ച, ചതിച്ച, തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ, തൊഴിൽ സംരംഭകരുടെ ഈ പ്രവർത്തനം ഇല്ലാതാക്കിയ എത്രയോ സംഭവങ്ങൾ, എത്രയോ കാര്യങ്ങൾ. ഈ രാജ്യത്തിൻ്റെ 75 വർഷക്കാലത്തെ ചരിത്രമെടുക്കുമ്പോൾ ഒരിക്കലുമില്ലാത്ത തരത്തിൽ ഭീഭത്സമായ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിൻ്റെ, പാവങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു? നിങ്ങൾ വലിയ പറഞ്ഞു ഉജ്ജൽ യോജന അതിലൂടെ കൊടുത്തു. അവർ അവസാനം വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ അവർ ആ ഗ്യാസ് കുറ്റിയുടെ മുകളിൽ അടുപ്പ് വെച്ച്, കല്ല് വെച്ച് അടുപ്പുണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് രാജ്യം പോയില്ലേ? ശരി, രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ പതിയാതിരിക്കാനാണ് ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്നത്. അങ്ങ് ആമുഖമായി കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞു. ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, വയനാട് സീറ്റിൽ വിജയിക്കാൻ കോൺഗ്രസ് ഈ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന്റെ ഒരു നിലപാട് ആമുഖമായി അങ്ങ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ രണ്ട് ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ഒന്ന്, ഇന്ന് പ്രധാനമന്ത്രി ഇന്ന് കർണാടകയിൽ സംസാരിച്ച ഒരു വിഷയത്തിലേക്കാണ്. വയനാട് സീറ്റ് വിജയിക്കാൻ വേണ്ടി മത തീവ്രവാദ സംഘടനകളുമായി അവരുടെ പിന്തുണ തേടുകയാണ് കോൺഗ്രസ് ചെയ്തത് എന്ന് പറഞ്ഞു.
അതായത് വളരെ കൃത്യമായി ഈ UDF SDPI ബന്ധം അത്തരത്തിൽ SDPI പിന്തുണ UDFന് നൽകിയപ്പോൾ തന്നെ അത് വലിയ രീതിയിൽ ദേശീയ തലത്തിൽ ചർച്ചയായതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സാഹചര്യം കൊണ്ടുകൂടി അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒഴിവാക്കാമായിരുന്നു. ഇത്തരത്തിലൊരു പരാമർശത്തിലേക്ക് പ്രധാനമന്ത്രി എത്തില്ലായിരുന്നു ഈ ഘട്ടത്തിൽ. യഥാർത്ഥത്തിൽ അവിടെ നിങ്ങൾക്ക് വലിയ പാകപ്പിഴ വന്നില്ലേ SDPIയുടെ പിന്തുണ തേടിയതിൽ? ഈ പ്രധാനമന്ത്രി മുസ്ലിം ലീഗിന്റെ കൊടി കാണിച്ചിട്ട് പറഞ്ഞത് പാകിസ്ഥാനിലെ പതാക കൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആ കൊടി ഒളിപ്പിച്ചു വെച്ചത്. ആ കൊടി ഒളിപ്പിച്ചു വെക്കാൻ നിർദ്ദേശം നൽകിയത്. ആ കൊടി ഒളിപ്പിച്ചു വെക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത് അതുകൊണ്ടാണ്. ഞാൻ പറയട്ടെ, അത് പറയട്ടെ. അത്ര നിലവാരമില്ലാത്ത സത്യവിരുദ്ധമായി വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതിനെ അങ്ങനെ ഞങ്ങൾക്ക് കാണാൻ കഴിയൂ. അതിന് ആ രൂപത്തില് മുസ്ലിം ലീഗിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 1905 രൂപം കൊണ്ട ആ മുസ്ലിം ലീഗിന്റെ ചിത്രം പാകിസ്ഥാന്റെ ചിത്രമാണോ? അവർ ദേശവിരുദ്ധരാണോ? ദേശദ്രോഹികളാണോ? തീവ്രവാദികളാണോ? പറയൂ നിങ്ങൾ. ഈ ചോദ്യം കോൺഗ്രസിന്റെ ഈ ചോദ്യം എന്തുകൊണ്ടാണ് വയനാട് തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇവിടുത്തെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് ഉയർത്താതിരുന്നത്? ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല, ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കാണിക്കാതിരുന്നത്? ഞങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ റോഡ് ഷോ നടത്തിയ മൂന്ന് ദിവസങ്ങളിൽ റോഡ് ഷോ നടത്തിയ ഒരു ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അടക്കം കൊടി ഒളിപ്പിച്ചു വെച്ച് റോഡ് ഷോ നടത്തിയവരാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് SDPIയുടെ പിന്തുണയെ കുറിച്ചാണ്. അന്ന് SDPI പിന്തുണയുമായി നിങ്ങളെ സമീപിച്ച ഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് ഈ പിന്തുണ വേണ്ട എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നുണ്ടാകുമായിരുന്നു. ഏത് രൂപത്തിലാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചതെന്ന് അറിയാമല്ലോ. നീലിമ അത് വേണ്ട. അത് പിണറായി വിജയന്റെ മറ്റൊരു രാഷ്ട്രീയമാണ്. അത് കോൺഗ്രസ് മുക്ത കേരളം. അത് വേണ്ട. ആ ലക്ഷ്യം അങ്ങ് പിണറായി വിജയൻ അങ്ങ് വാങ്ങിയേച്ചാൽ മതി. അതിന് വെച്ചിട്ടുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി. SDPIയുടെ കാര്യത്തിൽ ആ ഒരു നിലപാട് കൂടി പറഞ്ഞു പോകൂ. അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെ വലിയൊരു നേതാവിനെതിരെ ഇത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിങ്ങൾ മത തീവ്രവാദ സംഘടനയുടെ പിന്തുണ അവിടെ ആർജിച്ചെടുത്തോ? ഞങ്ങൾക്ക് അങ്ങനെ ആരുടെയും പിന്തുണ ആർജിക്കാൻ നമ്മൾ പോകുന്നില്ല. ഇത് പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ്. പൗരാവകാശത്തിൻ്റെ ഭാഗമായി RSSൽ വിശ്വസിക്കുന്നവർ ഈ തവണ UDF വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും, BJPക്കാർ വോട്ട് ചെയ്യും, മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ ഈ തവണ വോട്ട് ചെയ്യും. കാരണം കിരാതമായ നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇന്നലെ കണ്ടില്ലേ മറ്റൊരു നേതാവ് ശത്രുഘ്നൻ സിൻഹ, മുൻ BJP മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ അദ്ദേഹം വേറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ്. അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ മനസ്സുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും അത്തരത്തിൽ മനസ്സിൽ വിശ്വസിക്കുന്ന ആശയങ്ങളുമായി പോകുന്നവർ, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, വിവിധ സാമൂഹിക സംഘടനാ ഭരണാധികാരികൾ, അവർക്കൊക്കെ അവരുടെ മനസ്സിൽ ഒരു നീതിബോധത്തോടു കൂടി ഒരു കാര്യം ചെയ്യണം ഈ തെരഞ്ഞെടുപ്പിൽ എന്ന ചിന്തയുണ്ട്. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ BJP വിരുദ്ധരായി അവരെല്ലാം മാറിയിരിക്കുന്നു. BJPയെ ശത്രുവായി അവർ കാണുന്നു. ലോകം മുഴുവൻ കാണുന്നു. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ ഷുക്കൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം.